തീവട്ടിത്തങ്കുവിന്റെ ശിങ്കടി ബിനോയിയെ കൊണ്ട് പൊറുതിമുട്ടിയ അമേരിക്കയിലെ വിശ്വാസികൾ. ഡബിൾലി ഫീസ്റ്റ് പ്രൊപ്പറേറ്റർ തങ്കപ്പൻ പുതുവത്സര ദിനത്തിൽ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തിയ ആ മെഗാ സ്തോത്ര കാഴ്ചപ്പെടുങ്ങൽ മെഗാ ഷോ കാണുക. ഡബിൾലി ഫീസ്റ്റ് തിന്നുവാൻ പോകുന്നവരുടെ ജീവിതം കട്ട പുകയാകുമെന്ന് വെളിവാക്കുന്ന തിമാറ്റിക് ഇവന്റായിരുന്നു തങ്കപ്പനും സംഘവും കോട്ടയത്ത് അവതരിപ്പിച്ചത്. വിദേശ രാജ്യങ്ങളിലെ ട്രാൻസ് വചന കൊള്ളക്കാരന്മാരുടെ സകല മാനറിസവും രീതികളും കോപ്പിയടിച്ചാണ് തങ്കപ്പനും സംഘവും വചനക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഡിമ്മർ പാക്കും ഹെയ്സ് മെഷീനും മൂവിംഗ് ഹെഡ് ലൈറ്റുകളും LED വോളുകളും എല്ലാം വെച്ച് മെഗാ ഷോ നടത്തുന്ന കേരളത്തിലെ ഏക അപ്പോത്തൊലിയനാണ് തങ്കപ്പനും തോമസ് കുറ്റിയും. ലൈറ്റും പുകയുമൊക്കെ കണ്ട് മുണ്ണകൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് വായും പൊളിച്ച് കയ്യും കാലും പറിച്ച് തുള്ളിച്ചാടുന്നു. ഞങ്ങളുടെ പിന്നാലെ വരുന്നവന്റെ ജീവിതം ഇതുപോലെ കട്ടപ്പുകയാകും എന്ന് അലറി വിളിച്ച് വിശ്വാസികളെ കുനിച്ചു നിർത്തി പുകയ്ക്കുന്ന തങ്കുവിന്റെ ആ പുകയിടൽ ശുശ്രൂഷ കാണുക. ഇതെല്ലാം കർത്താവിന്റെ പേരിൽ സൂത്രകാഴ്ച പിരിക്കുവാനുള്ള വിക്രസുകളാണെന്ന് മുണ്ണകൾ മനസ്സിലാക്കുക. ഇനി കൊട്ടാരക്കരയിൽ ഗതികിട്ട് നടന്ന ബിനോയ് എന്ന ഒരുവനെ തങ്കു അമേരിക്കയിൽ പൈശാചിക പ്രസ്ഥാനം ഉണ്ടാക്കുവാൻ വിടുകയും അവരെ കൊണ്ട് പൊറുതിമുട്ടിയ വിശ്വാസികളുടെ അനുഭവം തോമസ് പങ്കുവെക്കുന്നതും കേൾക്കുക. തോമസ് ആണ് ഫ്രം ന്യൂയോർക്ക് അഗെയിൻ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതല്ല, കരുതിയതല്ല. കാരണം ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. ഓൾമോസ്റ്റ് 50,000 ആൾക്കാർ വീഡിയോ കണ്ടു. ദാറ്റ് മീൻസ് അത്രയും ആൾക്കാർ അത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കമൻസുകൾ വായിച്ചപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റുകളും നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനൊരു വീഡിയോ ഇടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് എന്നെ ബാധിക്കുന്ന വിഷയമോ എന്നെ കൺസേൺ ചെയ്യുന്നൊരു വിഷയമോ ഒന്നും അല്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു പ്രയോജനവും ഇല്ല. പിന്നെ ഈ നിങ്ങൾ പറയുന്ന പോലെ ഈ മൊണ്ണ വിശ്വാസികൾക്കില്ലാത്ത കൺസേൺ എനിക്കെന്തിനാ? അല്ലെങ്കിൽ ഇവരുടെ ചർച്ചിലെ ബിലീവേഴ്സിന് ഇല്ലാത്ത കൺസേൺ എന്തിനാണ് എനിക്കെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ചർച്ചയിൽ നിന്ന് ഭയങ്കര റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. ഞാനീ പറഞ്ഞ പ്രസ്തുത ചർച്ചിൽ നിന്ന് ഭയങ്കര റെസ്പോണ്ടായി. പലരും ചർച്ചിൽ നിന്ന് ആൾക്കാർ എന്നെ ബന്ധപ്പെടുകയും ആ വീഡിയോ ഒന്നുമല്ല, നീ ഇട്ടത് വെറും ചെറിയൊരു ഓലപ്പടക്കമാണ്. ചർച്ചിലെ പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ചർച്ചിലെ ഒരു മുൻ മെമ്പർ എന്ന നിലയ്ക്ക് പലരുമായി എനിക്ക് ബന്ധമുള്ളതുകൊണ്ടാണ് ഇൻറ്റേർണൽ ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടാൻ ഇടയായത്. അപ്പോൾ ഈ ചർച്ചിലുള്ള വിശ്വാസികൾ, നട്ടലുള്ളവന്മാരെ ആരെയും ഞാൻ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല. ഒരുത്തനും അവിടെ ധൈര്യത്തോടെ ഇതിനെതിരായി പ്രതികരിക്കാനുള്ള ഒരു ശേഷിയോ കഴിവോ ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സിറ്റുവേഷൻ മാറി. ഈ വീഡിയോ വന്നതോടുകൂടി ചർച്ചിലെ പലരുടെയും കണ്ണ് തുറക്കപ്പെട്ടു. അവരെല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങി. ചർച്ചിലെ ചില സീനിയർ അല്ലെങ്കിൽ പ്രൊമിനൻറ്റ് ബിലീവേഴ്സിൻ്റെ റിക്വസ്റ്റും പ്രകാരവും അവർ തന്നേക്കുന്ന ഇൻഫർമേഷൻ പ്രകാരവുമാണ് നമ്മളിതിടുന്നത്. ബിനോയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് ചർച്ചിലെ ബിലീവേഴ്സ് ഓൾറെഡി FBI-ലും IRS-ലും കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ബിനോയ് എന്ന് പറയുന്നത് തങ്കുവിൻ്റെ ഒരു ബിനാമിയും അവനിവിടെ കേരളത്തിൽ പത്തനാപുരത്ത് അവൻ്റെ സ്വന്തം പേരിലൊരു ചർച്ച ഉണ്ട്. സ്ഥലവും പ്രോപ്പർട്ടി എല്ലാം വാങ്ങിച്ച് ചർച്ച ഉണ്ട്. അതുകൂടാതാണ് അവൻ ഈ അമേരിക്കയിൽ വന്ന് തങ്കുവിൻ്റെ ബിനാമിയായിട്ട് നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നത്. അമേരിക്കൻ നിയമപ്രകാരം ഒരു ചർച്ച് രജിസ്റ്റർ ചെയ്യുന്നത് 501(c)(3) ചാരിറ്റി എന്ന ഇതിൻ്റെ ഓർഗനൈസേഷൻ രജിസ്ട്രേഷൻ ആക്ടിൻ്റെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതൊരു ഫൗണ്ടേഷൻ ആയാലും പിന്നെ ചർച്ച് ആക്ടിവിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും ചർച്ചിൽ വരവിൻ്റെയും ചിലവിൻ്റെയും കണക്കുകൾ റിപ്പോർട്ട് ചെയ്യണം. ചർച്ചിലൊരു ബോഡി ഉണ്ടായിരിക്കണം. ആ ബോഡി അതായത് ഡയറക്ടേഴ്സ്, കമ്പനി ആകുമ്പോൾ ഡയറക്ടേഴ്സ്, ചർച്ച് ആകുമ്പോൾ ചർച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്ന അവർ, അതുപോലെ ചർച്ചിൻ്റെ ജനറൽ ബോഡിയിൽ കണക്ക് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ 8 വർഷമായി എവർ സിൻസ് ദിസ് ചർച്ച് ഈസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് സോ ഫാർ നത്തിങ് ഹാസ് ഹാപ്പൻഡ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവർ. അപ്പോൾ ഈ ചർച്ചിലെ ഒരു ബിലീവേഴ്സ് പറഞ്ഞ ഇതുവരെ
എല്ലാവരെയും അവർക്ക് അറിയത്തില്ല എത്ര രൂപ വരുന്നുണ്ട്, എത്ര രൂപ പോകുന്നുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയണം. വിവരാവകാശ, അതായത് റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രകാരം അവർക്കിത് അറിയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അപ്പോൾ ബിനോയോട് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തിന് കൊടുത്തു, നിങ്ങൾ മറന്നേക്ക്, ഇനി ദൈവവും ഞങ്ങളും കൂടെ, അല്ലെങ്കിൽ ദൈവവും ഞങ്ങളും കൂടെ ഉള്ള കാര്യങ്ങളാണ്, നിങ്ങൾ അറിയണ്ടാണെന്നാണ് ബിനോയ് പറയുന്നത്. ഇനി ബിനോയ് ആരാണ്? ബിനോയ് എന്ന് പറയുന്നത് നാട്ടിൽ കൂടെ ഒരു വക്കീലാണെന്നും പറഞ്ഞ് നടന്നതാണ് ഇവൻ പറയുന്നത്. അതിന് പ്രകാരം ഞങ്ങളൊരു ചെറിയൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ ഇവൻ ഒരു ബാർ കൗൺസിലിലും ബിനോയ് ചാന്തപ്പിള്ള എന്ന് പറയുന്നതാണ് ഇവൻ്റെ ഫുൾ നെയിം. ഈ ബിനോയ് എന്ന് പറയുന്ന ചാന്തപ്പിള്ള എന്ന പേരിൽ ഒരു ബാർ കൗൺസിലിലും ഒരു രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ ബിനോയ് ഹെവൻലി ഫീസിൽ വന്നെന്ന് പറയുന്നത് ബിനോയ് തീവ്രമായ മാരകമായ ക്യാൻസർ ബാധിതനായി ഉഴലുകയായിരുന്ന സമയത്ത് ബിനോയ് ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ കൈ TV ചാനലിൽ തട്ടി ഹെവൻലി ഫീസ്റ്റിൻ്റെ തോമസ് കുട്ടിയുടെ ചാനൽ പൊങ്ങി വരികയും തോമസ് കുട്ടി ആ ചാനലിൽ അത്ഭുത രോഗശാന്തിയെക്കുറിച്ച് പ്രീച്ച് ചെയ്യുകയും ഇപ്പം നിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ ഇപ്പം നിൻ്റെ രോഗം മാറും, നിനക്ക് സൗഖ്യം കിട്ടുമെന്ന് പറയുകയും തദനന്തരം ബിനോയ്ക്ക് പെട്ടെന്ന് രോഗശാന്തി ഉണ്ടായി, ബിനോയുടെ ശരീരത്തിൽ നിന്ന് ക്യാൻസർ തുണി ഊരുന്ന പോലെ ഊരിപ്പോയി എന്നൊക്കെയാണ് ബിനോയ് ക്ലെയിം ചെയ്യുന്നത്. ഇത് ബുൾഷിറ്റ് ആണെന്നും ഇത് നട്ടാൽ കളിക്കാത്ത കള്ളമാണെന്നും ബിനോയുടെ സന്തത സഹചാരിയായ ഒരു മീഡിയ പ്രവർത്തകൻ, ഒരു ജേർണലിസ്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാണ് ബിനോയുടെ ഹിസ്റ്ററി. ഇനി ബിനോയ് ചർച്ചുകാർക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച് IRSലും FBI ലും ഒക്കെ ഇവനെതിരായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹെവൻലി ഫീസിനെതിരായിട്ടും അതിൻ്റെ കൺസേണിങ് മെയിനായിട്ടുള്ള ആൾക്കാർ, അതായത് തങ്കു, തോമസ് കുട്ടി, ബിനോയ് ഒക്കെ ഹൂവർ ഈസ് കൺസേൺ ദ സിഗ്നറ്ററീസ്, അവർക്കെല്ലാം എതിരായിട്ടും കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ചിൻ്റെ പണം ഇവർ മിസ്യൂസ് ചെയ്യുന്നു. ഇന്ത്യയിൽ എന്ത് തോന്നിയവാസവും നടത്തിക്കോട്ടെ, അമേരിക്കയിൽ വന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാൽ അത് നടക്കത്തില്ല എന്നുള്ളതാണ് അവരുടെ ഭാഷ്യം. അവർ ചർച്ചിൽ പോകും, തുടർന്നും ചർച്ചിൽ പോകും. അവിടുന്ന് ചർച്ചിൽ അവരുണ്ടാക്കിയ ചർച്ചാണ്, അവരവരുടെ കഷ്ടപ്പെട്ട പൈസ കൊടുത്ത ചർച്ചാണ്. അതവരങ്ങനെ വിട്ടുപോകാൻ സമ്മതിക്കത്തില്ല. പക്ഷെങ്കിൽ ബിനോയെ അവർക്ക് വേണ്ട. ബിനോയ് ഉടായിപ്പാണെന്നുള്ളതിന് യാതൊരു സംശയമില്ലെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഈ ടാക്സി ഓടിക്കുന്ന ബിനോയ്, ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് ടാക്സി ഓടിക്കുന്ന ബിനോയ്, വെറും ഒരു ടാക്സി ഡ്രൈവറായ ബിനോയ് എങ്ങനെയാണ് ഒരു മാസം 2-3 പ്രാവശ്യം ഇന്ത്യയിൽ പോവുകയും തോമസ് കുട്ടി പോയതിനേക്കാളും കൂടുതൽ രാജ്യങ്ങൾ കറങ്ങുകയും അവിടെ എല്ലാം പോയി എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്, മിഷൻ ട്രിപ്പാണ്, ഇവാഞ്ചലിസമാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞ് പോകുന്നതല്ലാതെ പിന്നെ ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ബിനോയ് ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നുമില്ല എന്നുള്ളൊരു കൺസേൺ ഇവർ റേസ് ചെയ്യുന്നുണ്ട് ചർച്ചിലെ മെമ്പേഴ്സ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഇൻഫോം യു ദാറ്റ് ഒരു സീരിയസ് മാറ്ററാണ് ഇപ്പം റേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, പോപ്പപ്പ് അയക്കുന്നത്. ചർച്ചിലെ ബിലീവേഴ്സ് ഒഫീഷ്യലി അവരുടെ റൈറ്റാണ്, ദേ വാണ്ടഡ് ടു നോ എവറിത്തിങ് അബൌട്ട് ഇറ്റ്. കാരണം അവരവിടുത്തെ മെമ്പേഴ്സ് ആയതുകൊണ്ട് നാളെ ഒരു ലീഗൽ ആക്ഷൻ വന്നാൽ അവരെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അവർ IRSലും ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന അമേരിക്കൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലും ന്യൂയോർക്ക് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ, അതായത് ഇമിഗ്രേഷനിലും ഇൻഫോം ചെയ്തിട്ടുണ്ട്. ബിനോയുടെ ഫുൾ ഡീറ്റെയിൽസ് അവർ വന്ന ഉടനെ തന്നെ ഇവനെ പൊക്കാനും വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാനുമുള്ളതായ ക്രമീകരണങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു മെസ്സേജാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നതും ആ ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ഈ ഒരു ക്ലിപ്പ് ചെയ്തത്. അതല്ലാതെ ഞാൻ ഇനിയും ഒരു ക്ലിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല. കാരണം വിശ്വാസികൾ നിങ്ങളന്ന് പറഞ്ഞ പോലെ പൊട്ടരാക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരെ ഇങ്ങനെ ആൾക്കാരെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇഫ് ദേ ഡോണ്ട് കെയർ, വൈ ഷുഡ് ഐ കെയർ, വൈ ഷുഡ് വി കെയർ, വൈ ഷുഡ് യു കെയർ എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം പിന്നെ ചർച്ചിലെ ചില വിശ്വാസികൾ എന്നിട്ട് നമ്മുടെ വീഡിയോ പ്രകാരം അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് പ്രകാരം വീണ്ടും വന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടും അവർ ഇൻഫർമേഷൻ തന്നതുകൊണ്ടും മാത്രമാണ് ഇങ്ങനെയൊരു ക്ലിപ്പ് ഞാൻ ഇടുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ, ചേഞ്ചസ് ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ലോകത്ത് ഒത്തിരി പോഷന്മാരും പൊട്ടന്മാരും ഉണ്ട്. കാരണം ആരെങ്കിലും ഉണ്ടോ എന്നെ പറ്റിക്കാനെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഉള്ളിടത്തോളം കാലം ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.